തമിഴ് സിനിമയും രാഷ്ട്രീയവും രണ്ടല്ല. MGRും കരുണാനിധിയും ജയലളിതയും പിന്നെ ചെറുതും വലുതുമായ നിരവധി സിനിമാക്കാരും രാഷ്ട്രീയക്കാരൻ്റെ കുപ്പായം അണിഞ്ഞെത്തിയപ്പോൾ തമിഴ് മക്കൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവായിരുന്നു അന്ന്. ഓൺ സ്ക്രീനിലെ താരപരിവേഷത്തോടെ തന്നെയാണ് ജനം നടന്മാരെ കണ്ടത്. എന്നാൽ ഇപ്പോൾ തലമുറ മാറി. താരാരാധനയുടെ ഭ്രാന്തമായ അവസ്ഥയൊന്നും ഇപ്പോൾ തമിഴ്നാട്ടിൽ അധികമില്ല. അത് താരങ്ങൾക്ക് നന്നായി അറിയാം. സംവിധായകൻ്റെ പേര് നോക്കി സിനിമ കാണുന്നവരുടെ എണ്ണവും കൂടി വരുന്നു. ഇതെല്ലാം മാറിയ കാലത്തെയും മനോഭാവത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. മക്കൾ നീതിമയവുമായി ഉലകനായകൻ കമൽഹാസൻ എത്തിയെങ്കിലും കാര്യമായ ചലനം സൃഷ്ടിക്കാൻ സാധിച്ചില്ല. അങ്ങും ഇങ്ങും എത്താത്ത അവസ്ഥയിലാണ് ഇപ്പോൾ മക്കൾ നീതിമയം. രജനീകാന്തിൻ്റെ രാഷ്ട്രീയ പ്രവേശം അനിശ്ചിതത്വത്തിലാണ്. രാഷ്ട്രീയത്തിലേക്ക് ഉടൻ ഉണ്ടാവില്ലെന്ന സൂചനയാണ് തലൈവർ നൽകുന്നത്. മാറിയ കാലാവസ്ഥ ഇന്ത്യൻ സിനിമയിലെ തന്നെ താരചക്രവർത്തി തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അതിനിടയിലാണ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനവുമായി വിജയ് എത്തിയത്. തെല്ലൊരു അമ്പരപ്പും കൗതുകവുമാണ് താരത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശന പ്രഖ്യാപനം ഉണ്ടാക്കിയത്. രാഷ്ട്രീയത്തിനായി സിനിമയിൽ നിന്ന് മാറി നിൽക്കുമെന്നും താരം വ്യക്തമാക്കിയിട്ടുണ്ട്. രജനീകാന്തിനൊപ്പം തന്നെ ഏറെ ഫാൻ ബേസുള്ള താരമാണ് വിജയ്. വിജയുടെ ഫാൻസ് അസോസിയേഷനുകളെല്ലാം തമിഴ്നാട്ടിൽ ശക്തമായ സാന്നിധ്യമാണ്. ഫാൻസ് അസോസിയേഷനുകളെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാക്കാമെന്ന കണക്കുകൂട്ടലാണ് താരത്തിനുള്ളതെന്ന വിലയിരുത്തലും ഉണ്ടായി. എന്തായാലും വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. തമിഴക വെട്രി കഴകം എന്ന പാർട്ടിയുടെ ഭാവി എന്താകും? MGRും ജയലളിതയും നേടിയ വിജയം രാഷ്ട്രീയത്തിൽ വിജയ്ക്ക് നേടാനാവുമോ? അതിനുള്ള അനുകൂല കാലാവസ്ഥ തമിഴ്നാട്ടിൽ ഇപ്പോഴുണ്ടോ? എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അതിനിടയിൽ പാർട്ടിയുടെ പരിപാടികളുമായി വിജയ് മുന്നോട്ട് പോവുകയാണ്. തമിഴക വെട്രി കഴകത്തിൻ്റെ പ്രഥമ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനമാണ് എത്തിയിരിക്കുന്നത്. നടൻ്റെ ജന്മദിനമായ ജൂൺ 22 മധുരയിൽ സംസ്ഥാന സമ്മേളനം നടത്തുമെന്നാണ് റിപ്പോർട്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പാർട്ടി സ്ഥാപിച്ചത്. പാർട്ടി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടാകുമെന്ന് വിജയ് പ്രഖ്യാപിച്ചിരുന്നു. ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും സംസ്ഥാന വ്യാപകമായി നടൻ്റെ ജന്മദിനം ആഘോഷിക്കാറുണ്ട്. ഇത്തവണ ജന്മദിനാഘോഷം പാർട്ടി സമ്മേളനമായി സംഘടിപ്പിക്കാനാണ് നീക്കം. മാർച്ചിലാണ് പാർട്ടിയുടെ അംഗത്വ വിതരണം ആരംഭിച്ചത്. 24 മണിക്കൂറിനകം 30 ലക്ഷം പേർ പാർട്ടിയിൽ ചേർന്നിരുന്നു. പ്രത്യേക മൊബൈൽ ആപ്പ് വഴി പാർട്ടിയിൽ അംഗമാകുന്ന ക്യാമ്പയിനാണ് നടത്തുന്നത്. ആദ്യ അംഗമായി വിജയ് ചേർന്നു. 2 കോടി അംഗങ്ങളെ ചേർക്കാനാണ് ലക്ഷ്യം. ഓൺ സ്ക്രീനിലെ തരംഗം ഓഫ് സ്ക്രീനിൽ വിജയിന് സൃഷ്ടിക്കാനാവുമോ? കാത്തിരുന്ന് കാണാം.